നെതർലാൻഡിൽ നിന്നും കരയും കടലും താണ്ടി ലോക രാജ്യങ്ങളിലൂടെ 2006 ഇന്ത്യയിലും എത്തി. അതെ, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ബിഗ് ബോസിനെ പറ്റിയാണ്. റീടെക്കിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ബിഗ് ബോസിന്റെ തുടക്കം എന്ന് പറയുന്നത് നെതർലാൻഡിൽ നിന്നാണ്. ബിഗ് ബോസിന്റെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത് ബിഗ് ബ്രദർ എന്നാണ്. അതിന്റെ ക്രിയേറ്റർ എന്ന് പറയുന്നത് ജോൺ ഡി മോൾ ജൂനിയർ എന്ന് പറയുന്നൊരു വ്യക്തിയായിരുന്നു. പുള്ളിയാണ് അത് ആ റിയാലിറ്റി ഷോ നെതർലാൻഡിന്റെ ഒരു ചാനലിൽ ആദ്യമായിട്ട് തുടങ്ങുന്നത്. അതൊരു നോവലിനെ ബേസ് ചെയ്തൊരു സാധനം. നോവലിനെ ബേസ് ചെയ്താണ്. നോവലിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള എല്ലാ ആൾക്കാരെയും കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഒരാള്. അതിന്റെ ഇതിലും ഒരു കണ്ണ് തന്നെയാണ്. ആ നോവലിന്റെയും കവർ പേജ് എന്ന് പറയുന്ന കണ്ണ് തന്നെയാണ്. അത് തന്നെയാണ് ആ സെയിം സാധനം. ആ കോൺസെപ്റ്റും ആ ലോഗോയും അതുപോലെയാണ് നമ്മൾ ബിഗ് ബോസിനകത്ത് എടുത്തിരിക്കുന്നത്. കണ്ണിന്റെ ഒരു സിമ്പിൾ കാണിക്കുന്നതിനകത്ത് അതിനെ ആസ്പദമാക്കിയാണ് ഷോ അയാൾ ആദ്യമായിട്ട് തുടങ്ങുന്നത്. പുള്ളി അതിനു മുമ്പും പല റിയാലിറ്റി ഷോസും അവിടെ ചെയ്ത് ക്ലിക്കാക്കിയ ഒരാളാണ്. ബിഗ് ബോസിലെ ഒരു റൂൾ എന്ന് പറയുന്നത് ഒരു ഇത്ര പേരെ ഒരു വീട്ടിൽ കൊണ്ടുപോയിട്ട് പണിയെടുപ്പിക്കുന്ന അവരുടെ യഥാർത്ഥ സ്വഭാവം കൊണ്ടുവരുന്നു, എങ്ങനെ തരണം ചെയ്യുന്ന അത് ചെയ്യുന്നത് ഒരു മൈൻഡ് ഗെയിം ആണ് സംഭവം. നേരത്തെ എഴുതി വെച്ച സ്ക്രിപ്റ്റിൽ നമ്മളെ വീഴ്ത്തുക. അതായത് ഈ ടീമിന് ഒരു പ്ലാൻ ഉണ്ട്, ഇങ്ങനെയൊക്കെ ഇന്ന വീക്കിൽ ഇങ്ങനെ പോകണം, ഇന്ന വീക്കില് ഇന്ന രീതിയിലുള്ള ഗെയിം അവിടെ നടത്തണം, അതിലൂടെ അവിടെ ഒരു അടി ഉണ്ടാക്കുക. ഇതൊക്കെയാണ് അതിന്റെ ഒരു ഇത്. ഈ ഷോ ക്ലിക്കായതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് എല്ലാവർക്കും മറ്റുള്ളൊരു കുടുംബത്തിൽ എന്താ നടക്കുന്നതെന്ന് ആ ഒരു ഒറ്റ ഇതിലാണ് ഇത് ക്ലിക്ക് ആവും. ഇത് ഇത്ര രാജ്യങ്ങളും നമ്മുടെ ഇതിൽ പറയുവാണെങ്കിൽ നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കുറച്ച് പേരാണല്ലോ ഇതിനകത്തോട്ട് ഇടുന്നത്. അപ്പം എവരുടേത് എങ്ങനെയാണ്, ഇവർ ഇത് തന്നെയാണോ പുറത്ത്, അല്ലെങ്കിൽ അത് അവരുടെ കറക്റ്റ് സ്വഭാവം അറിയുക എന്നുള്ളതായിരിക്കും പുറത്തുനിന്ന് കാണുന്നവരുടെ ഉദ്ദേശം. അപ്പൊ അവരെ അങ്ങനെ അടി കൂടുന്നു, അവരുടെ തനി സ്വഭാവം അതൊക്കെ കാണാനാണ് നമ്മളിരിക്കുന്നത്. ഈ ഷോയുടെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പറഞ്ഞ കണക്ക് തന്നെ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുന്ന പലരെയും കൊണ്ട് ഈ ഷോയിൽ കൊണ്ടുവരും. ഇതിന്റെയൊക്കെ ഒരു ലാസ്റ്റ് ഇതെന്ന് പറയുന്നത് സിനിമ എന്ന് പറയുന്ന ഒരു ലക്ഷ്യമാണ്. അതായത് ഇതിലൂടെ ഇവര് ഫേമസ് ആയിട്ട് ഇവർക്കെല്ലാം സിനിമ അഭിനയിക്കണം എന്നുള്ള ഒരൊറ്റ റീസൺ കൊണ്ടുവരുന്നവരാണ്. ഈ ഷോയുടെ തുടക്കകാലം മുതലേ അങ്ങനെ തന്നെയാണ്. അതായത് നെതർലാൻഡിലുള്ള പലരെയും മൊത്തത്തിൽ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇതിനുള്ള കണ്ടസ്റ്റൻസ് പലരും പല വിഭാഗത്തിൽ നിന്നുള്ളവരുണ്ടല്ലോ. എല്ലാവരുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ സിനിമ എന്നുള്ള ഒരു സാധനമാണ്. സോഷ്യൽ മീഡിയ വെച്ച് പോകുന്നവർക്ക് അതായിരിക്കും. പക്ഷെ അല്ലാതെ ഒരു മേഖലയിൽ ഉള്ളവരെ കൊണ്ടുവരുന്നുണ്ട്. അവർക്ക് അതല്ലല്ലോ. അവർക്ക് എന്തോ ഇതിലൊരു വിന്നർ ആകുക എന്ന് പറയുന്നത് അത്രയും പേരെ മനസ്സിൽ കുറച്ച് നാളൊരു ഫെയിം ഉണ്ടാക്കുക, ആ ഒരു ഇത് ഉദ്ദേശത്തോടെ വരുന്നവരുണ്ട്. ബിഗ് ബ്രദറിന്റെ ഫസ്റ്റ് സീസൺ എന്ന് പറയുന്നത് ഒരു വർഷത്തെ നീണ്ടു നിന്ന സീസണാണ്. നമ്മളിപ്പം ഇവിടെ 100 ദിവസത്തേതാണ്. പക്ഷെ അവിടെ ആദ്യം തുടങ്ങുന്നത് ഒരു വർഷം ഇത്ര പേരെ കൊണ്ട് ഒരു വീട്ടിൽ കൊണ്ടിട്ട് ആ നീണ്ടിരിക്കുന്ന ഒരു വർഷത്തോളം നീണ്ടിരിക്കുന്ന ഒരു ഇത് അതവിടെ അത്രത്തോളം ഇതുണ്ടായി. അത്രത്തോളം ഇത് കിട്ടിയത് കൊണ്ടാണ് പിന്നീട് ഇത് അമേരിക്ക പോലത്തെ പല രാജ്യങ്ങളിലോട്ടൊക്കെ ഇത് പോവുകയും പിന്നെ അവിടുന്ന് 2006 ഇന്ത്യയിൽ ബിഗ് ബോസ് എന്നും പറയാം. അതായത് ബിഗ് ബ്രദർ ഇന്ത്യയിൽ എത്തിയപ്പോഴത്തേക്ക് ബിഗ് ബോസ് ആയിട്ട് വന്നു. ഹിന്ദിയിലാണ് ആദ്യമായിട്ട് വരുന്നത്. ഈ പല രാജ്യങ്ങളിലും പല റൂളാണ് ഈ ബിഗ് ബോസിന്. അത് അവിടുത്തെ കൾച്ചർ വെച്ച് മാറിക്കൊണ്ടേയിരിക്കും ഈ റൂൾസ്. ഈ എല്ലായിടത്തും ഒന്നും ഹോസ്റ്റ് ഇല്ല ഈ ഷോയ്ക്ക്. ഇന്ത്യയിൽ എത്തിയപ്പോ ഇന്ത്യയിൽ എല്ലാ ലാംഗ്വേജിലും അത് പ്രസന്റ് ചെയ്തപ്പം മറ്റേ ഹോസ്റ്റിനെ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. അതേ കണക്ക് തന്നെ ഈ എവിഷന്റെ ഒരു രീതി എന്ന് പറയുന്നത് മറ്റു പല സ്ഥലങ്ങളിലും അവിടുത്തെ കണ്ടസ്റ്റൻസ് തന്നെയാണ് വോട്ട് ചെയ്ത് എവിറ്റ് ആക്കുന്നത്. എത്ര പേരും കൂടെ ചേർന്ന് ഒരാളെ എവിറ്റ് ചെയ്യുന്നു. അവിടെ അങ്ങനെയാണ് അതിന്റെ ഒരു ഗെയിം രീതി എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടുത്തെ ബിഗ് ബോസിന്റെ രീതി എന്ന് പറയുന്നത് നമ്മളാണ്, അത് ഓഡിയൻസ് ആണ് അതിനെ വോട്ട് ചെയ്യുന്നത്. അവരാണ് തീരുമാനിക്കുന്നത് ആരെ പുറത്താക്കണം, ആരെ പുറത്താക്കേണ്ടെന്ന് തീരുമാനിക്കുന്നത് ഓഡിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഈ ഗെയിമിൽ പങ്കെടുക്കുന്നത് അവര് മാത്രമല്ല, നമ്മളും ഇതിന്റെ ഒരു ഭാഗമാണ്. ഓഡിയൻസും ഇതിന്റെ ഒരു ഭാഗമാണ്, ബിഗ് ബോസിന്റെ ഭാഗമാണ്. 2006 ഹിന്ദിയിൽ ബിഗ് ബോസ് ആദ്യമായി തുടങ്ങുന്നത്. അതിന്റെ ഹോസ്റ്റ് എന്ന് പറയുന്നത് അർഷദ് വാരിസ് ആയിരുന്നു. പിന്നെ അത് ശില്പ ഷെട്ടി, അതുപോലെ അമിതാഭ് ബച്ചൻ, സഞ്ജയ് ദത്ത് എന്നിവരിലേക്ക് പോയി. നിലവിൽ സൽമാൻ ഖാനിലാണ് എത്തിയിരിക്കുന്നത്. സൽമാൻ ഖാൻ വന്നതിന് ശേഷമാണ് ആ ഒരു ഷോയ്ക്ക് അത്രത്തോളം ഇമ്പാക്ട് വരുന്നത്. പിന്നെ അവിടുത്തെ ആ ഒരു ഇത് കണ്ടതുകൊണ്ടാണ് പിന്നെ കന്നഡയിലോട്ടും അത് സംപ്രേഷണം ബംഗാളിലോട്ടൊക്കെ 2014 വരുന്നത്. പിന്നെ അവിടുന്ന് നേരെ പിന്നെ തമിഴ് പിന്നെ മലയാളത്തിൽ 2018 ആദ്യത്തെ സീസൺ തുടങ്ങി. മലയാളത്തിലും ഇവര് ഈ ഇന്ത്യൻ ടീമിന്റെ ഒരു ബിഗ് ബോസ് ടീമിന്റെ ഒരു ഇതെന്ന് പറയുന്നത് ആ ഷോ പെട്ടെന്ന് ജനങ്ങളിലോട്ട് എത്തണമെങ്കിൽ ഒരു ഇമ്പാക്ട് ഉള്ള ഒരാളെ കൊണ്ട് ഹോസ്റ്റ് ചെയ്യിപ്പിക്കാം. അവര് മലയാളം നോക്കിയപ്പോൾ മോഹൻലാലാണ് അവര് സെലക്ട് ചെയ്തത്. അപ്പൊ മോഹൻലാലിനെ കൊണ്ട് തന്നെ ഹോസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്. അതായത്
മോഹൻലാൽ ഇപ്പം ഏകദേശം 7ഓളം സീസൺ മോഹൻലാൽ തന്നെയാണ് അത് ഹോസ്റ്റ് ചെയ്യുന്നത്. മോഹൻലാലിനെ മുന്നിൽ നിർത്തിയാണ് ഇവിടുത്തെ ബിഗ് ബോസ് റൺ ചെയ്യുന്നത്. അവരുടെ ഏറ്റവും വലിയ പ്രൊമോഷൻ ആണ് മോഹൻലാൽ. 2018 മോഹൻലാലിന് ബിഗ് ബോസ് ഹോസ്റ്റ് ചെയ്ത് തുടങ്ങിയെങ്കിലും ആദ്യത്തെ സീസൺ വേണ്ട ഒരു ഇത് കിട്ടിയിട്ടില്ല. വളരെ കുറച്ച് പേര് മാത്രമേ അത് കണ്ടിട്ടുള്ളൂ. രണ്ടാമത്തെ സീസൺ മറ്റേ രജിത് സാറിന്റെ സീസൺ മുതലാണ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ആൾക്കാർ കണ്ടു തുടങ്ങുന്നതെന്ന് തോന്നുന്നു. അതിൽ അതിന്റെ അകത്തുണ്ടായ പല വിഷയങ്ങളും ഒക്കെ. എന്നാൽ തന്നെ അത് പൂർത്തിയാക്കാൻ പറ്റിയതുമില്ല. കോവിഡിന്റെ ഇത് കാരണം അത് പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു ബിഗ് ബോസ് മലയാളത്തിൽ മാത്രമേ ഉള്ളൂ. ബാക്കി സ്ഥലത്ത് കണ്ടക്ട് ചെയ്തിട്ടില്ല. സീസൺ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പോയ ബിഗ് ബോസ് മലയാളത്തിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഏറ്റവും കൂടുതൽ ഹോസ്റ്റ് ചെയ്തെന്നുള്ള ഒരു ഇതുള്ളത് സൽമാൻ ഖാൻ. ഇവിടുന്ന് 5ാമത്തെ സീസണോ 4ാമത്തെ സീസണോ തൊട്ട് തുടങ്ങി നിലവിൽ വരെ സൽമാൻ ഖാനാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ മലയാളം ബിഗ് ബോസിനെ ഒരു ട്രെൻഡിങ് ഇതിലോട്ട് കൊണ്ടുപോയി എത്തിച്ചത് അഖിൽമാരാറിന്റെ സീസണാണ്. അതൊന്നും എനിക്കൊന്ന് കുറെ പേര് അത് കണ്ട സീസണും കൂടെ. കാരണം ഈ കോവിഡിന് ശേഷം വന്ന പല സീസണുകളിലും വലിയൊരു കിട്ടാതെ പവർഫുൾ ഒരു ഷോ അല്ലായിരുന്നു. പിന്നെ അഖിൽമാരാർ വന്ന സീസൺ കുറച്ചും കൂടെ ആൾക്കാർ കാണാൻ തുടങ്ങി. അതിന് ഏകദേശം നമ്മുടെ ബിഗ് ബോസിന് 2 കോടിയോളം വ്യൂസ് ഉണ്ടെന്നാണ് അവരതി പറയുന്നത്. കാരണം മൊത്തത്തോട്, അതായത് ചാനലിൽ കാണുന്നവരായാലും ഓൺലൈനിൽ ജിയോയിൽ കാണുന്നവരായാലും അത്രത്തോളം വ്യൂവേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അത്രത്തോളം ഇത് കിട്ടുന്നുണ്ട് ഈ ഒരു ഷോയ്ക്ക്. ഈ ബിഗ് ബോസിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് അത് പെട്ടെന്ന് പറയുന്നത് സൂര്യ TV ഒരു പരിപാടി ചെയ്തിട്ടുണ്ട്. മലയാളി ഹൗസ്. എനിക്ക് തോന്നുന്നു 2013 സൂര്യ TV ആ പരിപാടി കൊണ്ടുവരുന്നത്. പക്ഷെ അവർ ഒറ്റ സീസണിൽ അവർ ഡ്രോപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഏഷ്യാനെറ്റ് ബിഗ് ബോസ് എന്ന് പറയുന്ന സാധനം കൊണ്ടുവരുന്നത്. അത് അന്ന് ആ ഷോ ഇന്ത്യയിൽ അത്രത്തോളം ഇത് കിട്ടിയപ്പം സൂര്യ TV ചെയ്ത ഒരു മലയാളി ഹൗസ് അതെന്ന് വെച്ചാൽ അതേ രീതിയിൽ തന്നെ അതിന്റെ അതേ രീതിയിൽ ഇത്ര ആൾക്കാരെ ഒരു സെറ്റ് അല്ലായിരുന്നു, ഒരു വീട്ടിൽ തന്നെ മലയാളി ഹൗസ്. പക്ഷെ അന്ന് അതിൽ വന്ന കണ്ടസ്റ്റൻസ് മൊത്തം തീപ്പൊരി ആൾക്കാരാണ്. സന്തോഷ് പണ്ഡിത് ഉണ്ടായിരുന്നു. അത്രത്തോളം ആ ഒരു രീതിയിൽ ബിഗ് ബോസ് അങ്ങനെ സെലക്ട് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. അത്രത്തോളം ആ ഒരു ലൈനപ്പിൽ അങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നിട്ടില്ല ബിഗ് ബോസ്. പക്ഷെ ആ ഒരു ഷോ ഒറ്റ സീസൺ കൊണ്ട് അവരത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. കാരണം അതിനും വലിയ സ്വീകാര്യത ഒന്നും കിട്ടില്ല. കാരണം ഇവിടെ നമ്മളത് മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. അതിന് എനിക്ക് തോന്നുന്ന ഒരു ഹോസ്റ്റ് എന്ന നിലയിൽ ആരും ഇല്ലായിരുന്നു. ആ ഒരു അത്രത്തോളം ഇത്. കാരണം ഒരു ഷോ തന്നെ ഒറ്റ ഇയർ കൊണ്ട് ചിലപ്പം ക്ലിക്ക് ആവണമെന്നില്ല. 2-3 വർഷം ഇങ്ങനെ ഓടിയാൽ ആൾക്കാർ കണ്ട് ഇൻട്രസ്റ്റ്. നമ്മളിവിടെ തന്നെ 5ാമത്തെ സീസൺ മുതലൊക്കെയാണ് എല്ലാരും കാരണം ഇത് ഇപ്പം സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ തന്നെ ഈ ഷോയ്ക്ക് ഭയങ്കര നെഗറ്റീവ് കമന്റ്സ് ഒത്തിരി വരുന്നതാണ്. നെഗറ്റീവ് വീഡിയോസ് വരാറുണ്ട്. കാരണം ഇതെന്തുവാണ്, എന്തിനും ലാലേട്ടനെ വരെ പുള്ളിക്ക് വല്ല ജോലി വേറെ ജോലി ഇല്ലേ, പോയി അഭിനയിച്ചാൽ പോലെ ഇതിൽ വന്നിരിക്കുന്നത് എന്തിനാ. പക്ഷെ നമ്മളെല്ലാം ചിന്തിക്കണം, 3 കോടി ജനങ്ങളുള്ള കേരളത്തിൽ 2 കോടി ജനങ്ങളും ആ പരിപാടി കാണുന്നവരാണ്. നമ്മളെ മലയാളം ബിഗ് ബോസിന് മറ്റൊരു റെക്കോർഡുണ്ട്. ഏറ്റവും കൂടുതൽ കണ്ടസ്റ്റൻസ് പങ്കെടുത്ത, അതൊരു ഒറ്റ സീസണിൽ ഏറ്റവും കൂടുതൽ കണ്ടസ്റ്റൻസിനെ അതിൽ കൊണ്ടുവന്നത് മലയാളമാണ്. ഏകദേശം 25ഓളം പേരെയാണ് ഒറ്റ സീസണിൽ തന്നെ നമ്മുടെ മലയാളം ബിഗ് ബോസ് കൊണ്ടുവന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ സംഭവം അതും ഒരു റെക്കോർഡായിട്ടാണ് മലയാളം ബിഗ് ബോസ് സൂക്ഷിക്കുന്നത്. സീസൺ പകുതിക്ക് നിർത്താം, കോവിഡ് എന്ന പാൻഡമിക് കാരണം പകുതിക്ക് നിർത്തേണ്ടി വന്നു. ഈ ബിഗ് ബോസിന് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് പല സൈഡിൽ നിന്നും പല ആൾക്കാരെ കൊണ്ടാണല്ലോ ഇതിനകത്ത്. പല മേഖലയിൽ പല സ്വഭാവം, പല ആക്ടിവിറ്റീസ്, പലരുടെയും പലതായിരിക്കും. അതില് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹിന്ദി ബിഗ് ബോസില് ഒരു സാമി ഹോം എന്ന് പറഞ്ഞ ഒരാളുണ്ട്. പുള്ളി ഒരു ചെറിയൊരു സാമി സംഭവമാണ്, ആൾ ദൈവം പോലെ. അതാണത്. അപ്പം പുള്ളിയെ കൊണ്ടുവന്ന പുള്ളി പങ്കെടുത്ത ഒരു സീസൺ ഉണ്ടായിട്ടുണ്ട്. അതിലെ ഏറ്റവും വിഷയം ഉണ്ടായ ഒരു എപ്പിസോഡുണ്ട്. അതായത് ഒരു പുള്ളി അവിടുത്തെ തന്നെ കിച്ചണിൽ ഇരിക്കുന്ന ഒരു ബൗളില് പുള്ളിയുടെ മൂത്രം എടുത്ത് സൂക്ഷിച്ച് ഗാർഡൻ ഏരിയ കൊണ്ടുവെക്കും. വെച്ചതിന് ശേഷം അവിടെ ഗാർഡൻ ഏരിയയിൽ ഒരു ഗെയിം നടക്കാൻ പോകും. ഗെയിം നടക്കുന്നതിന്റെ ഇടയ്ക്ക് പുള്ളി ആദ്യത്തെ ഇതിൽ തന്നെ പുള്ളി പരാജയപ്പെട്ട് മാറി നിൽക്കുന്ന സമയത്ത് ഈ മൂത്രം എടുത്തിട്ട് പുള്ളി അവിടുത്തെ കണ്ടസ്റ്റൻസിന്റെ എല്ലാം നേരെ എടുത്താണ് പോയത്. അവന്മാർക്ക് ഇത് ഒരിക്കലും, കാരണം വേറൊരാളെ മൂത്രം സ്വന്തം ദേഹത്തെടുത്ത് എറിയുമ്പോ അവന്മാർക്ക് അത് നോക്കിക്കാൻ പറ്റും. ഈ കണ്ടസ്റ്റൻസ് എല്ലാം കൂടെ പുള്ളിയുടെ നേരെ ഇടിച്ചങ്ങ് ചെല്ലുക. ഇടിച്ചു നിന്ന് പുള്ളിയെ ഇടിച്ച് അവിടുത്തെ ജയിലിന്റെ അകത്ത് കൊണ്ടുപോയി പൂട്ടിയിടും. ലാസ്റ്റ് ബിഗ് ബോസ് പറയുമ്പോഴാണ് പുള്ളിയെ തുറന്നത്. അപ്പൊ അങ്ങനെ കുറെ ഇൻസിഡൻസ് ഇപ്പം ഇവിടെ രജിത് സാർ മറ്റേ മുളകൊടി തേച്ച് കഴിഞ്ഞാലും അങ്ങനെ പല റിയാക്ഷൻസ് പല സന്ദർഭത്തിൽ അവരെങ്ങനെ കൈകാര്യം ചെയ്യുന്നു. വൈൽഡ് കാർഡായിട്ട് കയറി ബാത്റൂമിന്റെ കഥ വിളിച്ചു വിളിച്ചാണ്. പിന്നെ
അങ്ങനെ പല, കാരണം ഇത് ആ ഒരു ഷോയുടെ ഭാഗമാണ്, പ്രവോക്ക് ചെയ്യുക എന്നുള്ളതാണ് ആ ഷോയുടെ പ്രവോക്കിൽ വീഴാതെ ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നതായിരിക്കും ഇതിനകത്തുള്ള മെയിൻ ആയിട്ട് ആൾക്കാർ നോക്കുന്ന സാധനം. ഈ ഇപ്പൊ നമ്മുടെ ഹോസ്റ്റുകളെല്ലാം വന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ അവിടെ അടി ഉണ്ടാക്കലും ശാന്തവും സമാധാനമായിട്ട് പോകണം. പക്ഷെ സ്ക്രിപ്റ്റ് അങ്ങനെ അല്ല. അങ്ങനെ ഒരിക്കലും പോകാൻ പറ്റത്തില്ല. ഇവിടെ വഴക്കുണ്ടാവണം, എങ്കിൽ മാത്രമേ ആൾക്കാർക്ക് കാണാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒന്നുമില്ലാതെ ഗെയിം മാത്രം കളിച്ച് പോകാനാണെങ്കിൽ ആൾക്കാർക്ക് അത് കാണാനുള്ള ഇൻട്രസ്റ്റ് കാണത്തില്ല. പക്ഷെ അവിടെ അടി ഉണ്ടാവണം, അതവർക്ക് അറിയാം. അവിടെ അടി വേണമെന്നുള്ള കാര്യം ഈ ടീമിന് അറിയാം. അടി ഉണ്ടാവണം എന്നുള്ള ഒരു ഇതാണ് ടീമിന്റെയും ലക്ഷ്യം. അതുകൊണ്ടാണ് അവർ ഓരോ വീക്ക്ലി ടാസ്കിലും ഒന്നും ഇല്ലെങ്കിലും എന്തെങ്കിലും ഒരു സാധനം കൊണ്ടിട്ട് കൊടുക്കും, അത് അവർ കത്തിക്കും, അവർ തന്നെ അടി ഉണ്ടാകും, എന്നിട്ട് ബിഗ് ബോസ് വന്ന് സമാധാനം. ഇവർക്ക് പക്ഷെ പറയാനും പറ്റത്തില്ല നിങ്ങൾ അടി കൂടണമെന്ന്. പക്ഷെ അടി ഉണ്ടായാൽ മാത്രമേ അവർക്കൊരു കണ്ടന്റ് കിട്ടത്തേ ഉള്ളൂ. പിന്നെ ഈ ഷോയുടെ ഒരു പ്രധാനം എന്ന് പറഞ്ഞാൽ ഇതിനൊരു റൂളുണ്ട്. ഇപ്പൊ നമ്മുടെ എല്ലാം ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നുള്ള എല്ലാ റൂളും പാലിച്ചുകൊണ്ടാണ് ഈ ഷോ നടക്കുന്നത്. ഇപ്പം തമ്മിൽ അടി ഉണ്ടാകുമ്പോൾ തന്നെ ഒരുപാട് ഇപ്പൊ ചെറിയ ഇപ്പം ഇങ്ങനെ പിടിച്ച് തെള്ളുന്നതോ അങ്ങനെയുള്ള കേസുകളൊക്കെ പലതും കണ്ണടച്ച് വിടാറുണ്ട്. പക്ഷെ കണ്ടസ്റ്റൻസ് വിഷയം ഉണ്ടാക്കുമ്പോഴാണ് ഞാൻ എന്നെ പിടിച്ച് തെള്ളുമ്പം എനിക്കെന്തെങ്കിലും പറ്റിയാലോ അല്ലെങ്കിൽ കുറച്ച് എന്താ കൂടുതലായിട്ട് എന്നെ ഹറാസ് ചെയ്യുമ്പോഴൊക്കെയാണ് അതിനൊരു വിലക്ക് വരുന്നത്. ചെറിയ രീതിയിലുള്ള എല്ലാം അങ്ങ് കാരണം അതൊന്നും വലിയൊരു ഇഷ്യൂ ആക്കി എടുക്കണ്ടല്ല. ചിലര് പിന്നെ ചെറുതാണെങ്കിലും വലിയ ഇഷ്യൂ ആക്കി മാറ്റി അയാളെ പറഞ്ഞു വിട്ടാല് ഞാൻ ഇവിടെ നിക്കത്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തമായിട്ട് ഇറങ്ങി പോകുന്നവരൊക്കെ അതിനുണ്ടായിട്ടുണ്ട്. ആ ഹോസ്റ്റിന്റെ ഒക്കെ കാര്യത്തിൽ കുറച്ചും കൂടെ ആക്റ്റീവായിട്ടും എന്റർടൈൻമെന്റും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് സൽമാൻ ഖാനെയാണ്. കാരണം പുള്ളി വീടിന്റെ അകത്ത് ഇടയ്ക്കടി ചെന്ന് കയറുന്നത്, അവിടെ ഉള്ളവരെല്ലാം റോസ്റ്റ് ചെയ്യുന്നത്, പാത്രം കഴുകുന്നത്. പക്ഷെ ഈ സീസണില് ഇവിടുത്തെ ബിഗ് ബോസിന്റെ സീസണിന്റെ പ്രത്യേകത 7 മണി എന്ന് പറഞ്ഞ പോലെ അത്രയും മോഹൻലാലും കുറച്ചുകൂടെ റഫ് ആവുന്നു. അതാണെങ്കിൽ ഈ ഷോയ്ക്ക് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് പലയിടത്തും ഈ റിയാലിറ്റി ഷോ നടത്തിയിട്ടുണ്ട്, പലയിടത്തും ഈ ഷോ നിർത്തിയിട്ടുണ്ട്. അതായത് നിലവിൽ അതില്ല. കാരണം ഈ ആൾക്കാർക്ക് മടുത്ത് ഇതാണ്. കാരണം ഒരു സാധനം തന്നെ നമ്മൾ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മടുപ്പ് പോകും. പക്ഷെ അതുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മുടെ ഇവിടുത്തെ ഇത് ഒരു കുറച്ച് ഈ സീസൺ കുറച്ചും കൂടെ മാറ്റി നമ്മളതിനകത്ത് 3 മാസ കാലാവധി, അത് കൂടാതെ എടുക്കുന്ന ആൾക്കാരെ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ട്രെൻഡിങ് ആയിട്ട് ഇരിക്കുന്നവരെ എത്തിക്കാൻ നോക്കും. അപ്പൊ നമ്മൾ അവരെന്താണെന്ന് കൂടുതൽ അറിയാനുള്ള ഒരു കൗതുകം അല്ലെ ഒരു ജിജ്ഞാസയിൽ നമ്മൾ അത് കൂടുതൽ കാണും. അത് ആ ടീമിന്റെ മികവാണ്, അവർ പിക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഇതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ 7 പണി എന്നും പറഞ്ഞൊരു ഇത്ര പുതിയ പ്രൊമോ പോലെ ഇറങ്ങിയത്, ഇത്ര നാൾ കാണാത്ത രീതിയിലുള്ള ഒരു ബിഗ് ബോസിനെ കാണുന്നത്, നമ്മുടെ മലയാളത്തിൽ കാണുന്നത്. അതുപോലെ ഇപ്പൊ ഹിന്ദിയിൽ ഇത്രയും 19 സീസണൊക്കെ ക്ലിക്കായിട്ട് ഓടണമെങ്കിൽ തന്നെ അവിടെയും നമ്മൾ സ്ഥിരം കാണുന്നില്ല. നമ്മുടെ ഓഡിയൻസ് സ്ഥിരം പ്രേക്ഷകർ ഹിന്ദി ബിഗ് ബോസിന്റെ പ്രേക്ഷകരല്ല. എങ്കിൽ തന്നെയും നമ്മൾ ഇവിടെ മലയാളികളിലും ഹിന്ദി ബിഗ് ബോസ് കാണുന്ന കുറെ പേരുണ്ട്. കാരണം ഒത്തിരി ട്രെൻഡായിട്ട് വന്ന കുറെ സംഭവങ്ങൾ അവിടെ ഉണ്ട് ഈ വിഷയങ്ങളിൽ തന്നെയാണ്. ഇപ്പൊ ഈ നമ്മൾ പറഞ്ഞ ഹോമിന്റെ കേസ് അതൊക്കെ ട്രെൻഡിങ്ങിൽ കയറിയ സംഭവങ്ങളാണ്. പിന്നെ ഈ സൽമാൻ ഖാൻ തന്നെ ഉണ്ടല്ലോ, പുള്ളിയുടെ കാര്യങ്ങളും. അപ്പം അതേ രീതിയിൽ ഇപ്പം നമ്മുടെ ലാലേട്ടന്റെയും ഇതുണ്ട്. കാരണം ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ള എപ്പിസോഡിൽ ലാലേട്ടൻ ഫയർ ആയിരുന്നു. അപ്പം അതേ രീതിയിലുള്ള ഇത് അതെന്തുകൊണ്ടും ആ ഒരു പ്രോഗ്രാമിന് പോസിറ്റീവ് സൈഡാണ്. കാരണം പുള്ളിയുടെ ഹോസ്റ്റിംഗ് കാലത്തിനനുസരിച്ച് മാറിയേ പറ്റത്തുള്ളൂ. എങ്കിൽ തന്നെ ആ പരിപാടി അത്രത്തോളം വിജയത്തിലോട്ട് എത്തുകയും ചെയ്യത്തുള്ളൂ. ഇനി ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റുമായിട്ട് നമുക്ക് വരാം. താങ്ക് യു.